ഹായ് ഫ്രണ്ട്സ്, സാന്ത്വനത്തിന്റെ പുതിയ റിവ്യൂ ഉണ്ട് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സാന്ത്വനം 2 വരുന്നു. എന്തായാലും പഴയ ആൾക്കാർ ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. മാത്രമല്ല, സിദ്ധാർത്ഥാണ് ഇതിലെ ഗൃഹനാഥൻ, നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഭാര്യയും സിദ്ധാർത്ഥും സിദ്ധാർത്ഥിന്റെ ഭാര്യയും കുടുംബവും ആണ് ഒരു വീട്ടിൽ. തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ സിദ്ധാർത്ഥിന്റെ ഭാര്യയുടെ വീടാണ്. എന്തായാലും നല്ല ശത്രുക്കൾ തന്നെ ആയിട്ടാണ് കഴിയുന്നത്. സിദ്ധാർത്ഥിന്റെ അതായത് ആ ഗൃഹനാഥന്റെ 25ാം വിവാഹ വാർഷികമാണ്. ആ സമയത്ത് തന്നെ മക്കളോടൊക്കെ പറയുന്നുണ്ട്, മോനെ നിന്റെ അച്ഛൻ, അതായത് അപ്പുറത്തെ വീട്ടുകാരെ ആങ്ങളമാർ, ആ ഭാര്യരെ ആങ്ങളമാരെ കേൾക്കാൻ വേണ്ടി തന്നെ ഉറക്കെ പറയുന്നത്, നിന്റെ അമ്മനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് വിവാഹം കഴിച്ചിട്ട് ഇന്നേക്ക് 25 വർഷമായി. നല്ല അന്തസ്സോടുകൂടി തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇനി പ്രേമിച്ച് വിവാഹം കഴിക്കരുതെന്ന് അച്ഛൻ ഉറപ്പ് തരണമെന്നൊക്കെ സിദ്ധാർത്ഥ് പറയുമ്പോൾ ആങ്ങളമാർക്ക് അവിടെ ദേഷ്യം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാവുന്ന ആ ദേഷ്യത്തിന് അവർ വിളിച്ച് പറയുന്നുണ്ട്, സ്വന്തം ഞങ്ങളുടെ പെങ്ങളെ വിളിച്ചിട്ടുണ്ടോ ഈ വിവാഹം കഴിച്ചിട്ട് സ്വന്തം മക്കളോട് പ്രേമിച്ച് വിവാഹം കഴിക്കരുതെന്ന് പറയാം, നാണില്ലല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് മക്കളും കൂടി അങ്ങോട്ട് വഴക്കിന് പോകുന്നു. ഒരു മതിലിന്റെ അപ്പുറം അപ്പുറം നിന്നിട്ടാണ് വഴക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അമ്മ വന്നിട്ടാണ് നിർത്താൻ പറയുന്നത്. നിർത്ത്, ഒരുപാട് കൊല്ലങ്ങളായില്ലേ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇനി എനിക്കിത് കാണാൻ വയ്യ എന്ന് പറയുന്നുണ്ട് ആ അമ്മ. രണ്ട് മോളുടെയും ആൺമക്കളുടെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്നുണ്ട് ആ അമ്മ. അതിനുശേഷം സിദ്ധാർത്ഥിന്റെ ഭാര്യ പറയുന്നുണ്ട്, കേറിപ്പോടാന്ന് പറഞ്ഞ് മക്കളെ അങ്ങോട്ടും കയറ്റുന്നുണ്ട്. ഇവരോട് കേറിപ്പോവാൻ പറഞ്ഞ് ഇവരും പോകുന്നുണ്ട്. എന്തായാലും ജൂൺ 17-ാം തീയതി 7 മണിക്ക് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നത്. 7 മണിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവ് താഴത്തേക്കോ മുകളിലേക്കോ പോകേണ്ട ഒരു അവസരമുണ്ട്. എന്തായാലും താഴേക്ക് പോകാൻ വഴിയില്ല. 7 മണിക്ക് ശേഷം 7:30-ക്കോ 8 മണിക്കോ ഒക്കെ ആയാലും ചെമ്പനീർപ്പൂവ് എന്റെ സമയം എന്തായാലും മാറാൻ തന്നെ ചാൻസ് ഉണ്ട്.